ആലപ്പാട്ട് ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നവരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. വ്യവസായ വകുപ്പാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. അശാസ്ത്രീയ ഖനനം പാടില്ലെന്ന നിലപാടാണ് സർക്കാരിന്. കര സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. അതിനകത്ത് വേറെ പ്രശ്നമില്ല. അല്ല, അത് സ്വാഭാവികമായും ചർച്ച വേണ്ടി വരുമല്ലോ. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈ എടുക്കും. ജി സുധാകരൻ മന്ത്രി അടക്കം പറയുന്നുണ്ട് അവിടെ അത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. മന്ത്രിയും ഇതേ നിലപാടാണ്. അതായത് ഈ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ അവിടെ? അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്രാവശ്യം മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ പാടില്ല, അവിടെ പുലിമുട്ട് കെട്ടണമെന്ന് അതിൻ്റെ നടപടി പോയി. ജനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം സീ വാഷിംഗ് നടത്തി കര പൊക്കൊണ്ടിരിക്കുമ്പോൾ ആ നടപടിക്രമം മാറ്റി അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കര പ്രൊട്ടക്റ്റ് ചെയ്യണം. മണ്ണ് മിനറൽ മാത്രമേ എടുക്കാവൂ, ബാക്കി അവിടെ ഫില്ല് ചെയ്യണം എന്നാണ് നീണ്ട നാളത്തെ ആവശ്യം. അതനുസരിച്ച് ഈ ഗവൺമെൻറ് വന്നപ്പോൾ നടപടിക്രമങ്ങൾ പോയി. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് നടപടി പോയിട്ടുണ്ട്. പുലിമുട്ടിന് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തതല്ല, വർക്ക് അവാർഡ് ചെയ്തു. അവിടെ എന്താണ് വർക്ക് തുടങ്ങാത്തത് നോക്കണം. IRE മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ സീ വാഷിംഗ് മാത്രമായി പോകാൻ പാടില്ലെന്നാണല്ലോ ഈ ഗവൺമെൻറ് നിലപാട്. ഈ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് കര പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെടുക്കാൻ പാടുള്ളൂ എന്ന് പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളുടെ അഭിപ്രായത്തിന് എതിരല്ല. അല്ല, അത് വ്യവസായ വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. അത് വ്യവസായത്തിൻ്റെ കീഴിലാണ് ചർച്ച ചെയ്തത്. എന്തായാലും ഗവൺമെൻറ് ജനങ്ങൾക്ക് എതിരല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജനം ഉന്നയിച്ച ആവശ്യമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. അതല്ലാതെ IRE ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വമില്ലാതെ അവിടെ മൈനിങ് നടത്തിക്കൂടാ. കര പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടത്തണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അത് ഗവൺമെൻറ് ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് ഗവൺമെൻറ്. കോഴിക്കോട് നിന്ന് PL കിരണുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. കിരൺ, കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ പ്രസ്താവന പൊതുമേഖലയെ തകർക്കുന്ന നടപടികൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന രീതിയിൽ കരിമണൽ ഖനനത്തെ അനുകൂലിക്കുന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയത്. എന്നാലിപ്പോൾ സർക്കാർ ആയുകയാണ്, സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഉസ്ന, അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ മന്ത്രി പറഞ്ഞത് ഈ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വാഭാവികമായും ചർച്ച നടത്തേണ്ടി വരുമല്ലോ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഇതിന് മുൻകൈ എടുക്കേണ്ടത് വ്യവസായ വകുപ്പാണ്. വ്യവസായ മന്ത്രിയാണ് ഇതിന് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം വ്യവസായ വകുപ്പിന് കീഴിലാണ് ഈ സംഭവങ്ങൾ, ഈ ഖനനമടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ചർച്ച നടത്തേണ്ട തീയതിയും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഈ തരത്തിലുള്ള ചർച്ച എന്നുള്ള കാര്യങ്ങളുമൊക്കെ വ്യവസായ വകുപ്പാണ് നടത്തേണ്ടതെന്നും പറയുന്നു. ഒപ്പം ഈ ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിക്കും സർക്കാരില്ല. ഈ സ്ഥലങ്ങളിലെ ഖനനം അത് ശാസ്ത്രീയമായ ഖനനം മാത്രമേ പാടുള്ളൂ എന്നുള്ള നിലപാടിലാണ് സർക്കാർ. നിലവിൽ ഇതുവരെയും അത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതായാലും ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പുലിമുട്ടടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ നേരത്തെ തന്നെ കൈവരിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരം നടപടികളായി സർക്കാർ മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾക്കും തയ്യാറല്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകളും സർക്കാർ നടപ്പാക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ മന്ത്രി നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്നും അയയുന്ന ഒരു സമീപനമാണ് ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് കാരണം പ്രധാനമായും വലിയ തോതിലുള്ള വിമർശനം ഈ വിഷയത്തിലുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടന്നു. ഒപ്പം മന്ത്രി EP ജയരാജനും അതുപോലെ തന്നെ G സുധാകരൻ അടക്കമുള്ള മന്ത്രിമാർ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരുടെ വിഷയം അത് വളരെ പ്രഥമ പരിഗണന നൽകേണ്ട വിഷയമാണെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കിരൺ, ഈ ചർച്ച സംബന്ധിച്ച ഏത് രീതിയിലായിരിക്കും ചർച്ചയെന്നോ ഏതെങ്കിലും ഉപാധികൾ വെച്ചുള്ളതായിരിക്കുമെന്നോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടോ? ഒപ്പം തന്നെ വ്യവസായ വകുപ്പാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് എന്നവർ പറഞ്ഞിട്ടുമുണ്ട്. ഹുസ്ന, അത് തന്നെയാണ്. കാരണം KMML-ഉം IRE-യും ഒക്കെ വ്യവസായ വകുപ്പിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ഖനനം അടക്കമുള്ള കാര്യങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുമായി നാട്ടുകാരുമായി ചർച്ച നടത്തേണ്ടത്, സമരസമിതിയുമായി ചർച്ച നടത്തേണ്ടത് വ്യവസായ വകുപ്പാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പ് അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സമരസമിതിയെ ചർച്ച നടത്തണം, അത് ഏത് തരത്തിലുള്ള ചർച്ചയാവണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്ന് മന്ത്രി പറയുന്നത്. ഏതായാലും സർക്കാർ അയയുന്ന ഒരു സമീപനം തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി കിരൺ, കൊല്ലത്ത് നിന്ന് ബിനിൽ സാബു ചേരുന്നു. ബിനിൽ,
കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ സർക്കാർ അയയുകയാണ്. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കുന്നു. വ്യവസായ വകുപ്പിന്റെ മുൻകൈയിൽ സമരക്കാരുമായി ചർച്ച നടത്തണമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അവിടെ സമരം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഹുസ്ന, ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം ഇപ്പോൾ 72 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ അയയുന്നുണ്ടെങ്കിലും ഈ സമരക്കാർ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡ് ഈ ഖനനം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന നിലപാടാണ് ആദ്യം മുതൽ തന്നെ ഈ സമരസമിതി പ്രവർത്തകർ അവർ പറയുന്നത്. കാരണം ഇവിടെ വൻതോതിൽ തീരം നഷ്ടപ്പെടുന്നു, ഭൂവിസ്തൃതി കുറയുന്നു. ആ പ്രശ്നം ഇതേപോലെ നിൽക്കുകയാണ്. ആ പ്രശ്നം നിൽക്കുമ്പോൾ, ജനങ്ങളുടെ പ്രശ്നം ഇതേപോലെ നിൽക്കുമ്പോൾ IREക്കും അതോടൊപ്പം തന്നെ KML ഉൾപ്പെടെയുള്ള ഈ ഖനനം നടത്തുന്ന അശാസ്ത്രീയമായി ഖനനം നടത്തുന്നതിന് അനുകൂലിച്ചാണ് സർക്കാരും ജനപ്രതിനിധികളും സംസാരിക്കുന്നത്. അവർക്കൊപ്പം നിന്നാണ് ഈ ജനപ്രതിനിധികൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖനനം നിർത്താതെ യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറില്ല എന്ന് തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകർ അല്പസമയം മുമ്പ് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ ചർച്ചയ്ക്ക് ഒരുങ്ങി മുന്നോട്ട് വന്നിരിക്കുന്ന സൂചനകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. കരുനാഗപ്പള്ളി MLA ഉൾപ്പെടെ ഈ ആലപ്പാട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉള്ളിലാണ്. അവിടുത്തെ MLA ആർ രാമേന്ദ്രൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ചർച്ചയ്ക്ക് സർക്കാർ ആ രീതിയിലേക്ക് ഈ സമരക്കാരുമായി ചർച്ചയിലൂടെ മുന്നോട്ട് പോയി കാര്യങ്ങൾ പരിഹരിക്കും എന്ന ഒരു നിലപാട് ഈ MLA മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഈ സമരസമിതി പ്രവർത്തകർ പറയുന്നത് ഈ ഖനനം നിർത്താതെ ചർച്ചയ്ക്ക് തയ്യാറില്ല. കാരണം ജനങ്ങൾ ഈ പ്രശ്നം ഇപ്പോഴും അഭിമുഖീകരിക്കുകയാണ്. അതിന് അറുതി വരുത്തണം. കഴിഞ്ഞ ഇത്രയും 55 വർഷമായി ഖനനം നടത്തി, അശാസ്ത്രീയമായി ഖനനം നടത്തി ഒരു പ്രദേശം തന്നെ, അതായത് ആലപ്പാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ കടലെടുത്തു കഴിഞ്ഞു. ബിനിൽ തുടരുക. ഇപ്പോൾ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ പ്രതിനിധി KC ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകുമാർ, സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കമ്പനികളെല്ലാം തന്നെ വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്നതുകൊണ്ട് വ്യവസായ വകുപ്പിന്റെ മുൻകൈയിൽ ചർച്ച നടത്താം എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയാകാമെന്ന നിലപാടാണ് സമരസമിതി ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ആദ്യം നിർത്തേണ്ടത് സമരമാണ്. അശാസ്ത്രീയത എന്നുള്ളത് ഈ തീരത്ത് കായലിനും കടലിനും ഇടയ്ക്ക് ഈ ലോപിച്ചു പോയ ഭൂമിയിൽ നടത്തുന്ന ഏതൊരു പ്രവർത്തനവും അശാസ്ത്രീയമാണ്. ഇത് സംസാരിക്കുന്നത് തീരദേശ ഗ്രാമമായ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം സേവ് ആലപ്പാട് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് മാത്രം ഞങ്ങൾ കാണുകയല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ ദേശീയ ജലപാതയ്ക്ക് കിഴക്ക് വശത്തുള്ള ഭൂമിയെ കൂടെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ പ്രദേശം നിലനിൽക്കണം. അതുകൊണ്ട് നിലവിൽ നടക്കുന്ന ഖനനം നിർത്തിവെച്ചുകൊണ്ടല്ലാതെ മറ്റു യാതൊരു വിധമായ ചർച്ചയ്ക്കുമുള്ള സാധ്യത ഞങ്ങൾ കാണുന്നില്ല. കാരണം എല്ലാ പഠന റിപ്പോർട്ടുകളും IREയുടെ ഖനനത്തിനെതിരാണ്. IRE എന്നല്ല, തീരദേശ ഖനനത്തിനെതിരാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളും അതാണ് തെളിയിക്കുന്നത്. അതിനെല്ലാം ഉപരിയായിട്ടാണ് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ നിർദ്ദേശം. ഇതൊന്നും നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ നടത്തുന്ന ഖനനം നടത്തുക മാത്രമല്ല, അത് വളരെ മോശമായ രീതിയിൽ, അതായത് ഇപ്പൊ നടക്കുന്ന മൈനിങ് സൈറ്റ് തൊട്ട് അടുത്ത് തന്നെ വട്ടക്കായലിൽ വലിയ കുഴി ഉണ്ടാക്കുകയാണ്. അവർ 150 മീറ്ററൊക്കെ താഴ്ചയിലുള്ള ആഴം ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് അഥവാ ഖനനം നിർത്തിവെച്ചാൽ പോലും മണൽ വന്ന് അതിനകത്തേക്ക് വീഴത്തക്ക നിലയിലുള്ള ഖനനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വിചാരപരമായ ഒരു മാനേജ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് നിർത്തിവെച്ചതിന് ശേഷം തന്നെയാണ് ചർച്ച നടക്കേണ്ടത്. പൊതുമേഖലാ സ്ഥാപനത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നും ഒപ്പം തന്നെ പുറത്തുനിന്നുള്ളവർക്ക് ഈ സമരത്തിൽ പങ്കുണ്ടോ എന്ന രീതിയിൽ സംശയമെല്ലാം കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? അതെ. കാരണം ഈ പുറത്തുനിന്ന് ഒന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കേരളത്തിലെ ജനങ്ങളെ ആണെങ്കിൽ ഇത് കേരളത്തിന്റെ വിഷയമാണ്. ഇവിടെ ആലപ്പാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കമാണ് ഈ സമരരംഗത്തിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകൾ സമരത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പുറത്തുനിന്ന് വരുന്നവരെന്ന് പറയുന്നത് ചിലപ്പോൾ സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് പുറത്തുനിന്ന് വരും. കാരണം ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. നാളെ ഒരു മഹാപ്രളയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന് മൊത്തമാണ് അതിന്റെ സാമ്പത്തിക സാമൂഹിക ആഘാതങ്ങൾ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് വിട്ട് പുറത്തുനിന്ന് വരുന്നവരെല്ലാം പുറത്തുള്ളവരാണ് എന്ന് പറയുന്ന വാദഗതി അതെന്ത് നിരുത്തരമായ പ്രസംഗമാണ്, എന്ത് അഭിപ്രായമാണ്? തീർച്ചയായും പുറത്തുനിന്നുള്ള ധാരാളം വിദ്യാർത്ഥികളും ക്യാമ്പസുകളും എന്നുള്ളവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ എന്ത് തന്നെ പുറത്തേക്ക് പറഞ്ഞാലും അവർ നേരിട്ട് കാണുമ്പോഴാണ് അവർക്കിത് മനസ്സിലാകുന്നത്. ഇത്രയും ഒരു വളരെ മോശമായ ഒരു പ്രവർത്തനമാണോ
ഈ പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. ഇവിടെ MLA ഇല്ലേ, ഇവിടെ മന്ത്രി ഇല്ലേ, ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഇല്ലേ എന്നൊക്കെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ കണ്ടുവരുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്നുള്ള സംശയം തന്നെയാണ് കുട്ടികളിൽ നിന്ന് വരുന്നത്. വളരെയധികം നന്ദി ശ്രീ KC ശ്രീകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാമചന്ദ്രൻ, ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് സമരസമിതി ആവർത്തിക്കുന്നത്. വ്യവസായ വകുപ്പിന്റെ മുൻകൈയോടെ ഒരു ചർച്ചയാകാമെന്നൊരു നിലപാട് ഇപ്പോൾ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായിരിക്കും ആദ്യം ഉണ്ടാവുക? ഖനനം നിർത്തിവെച്ചിട്ട് കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അല്ല, ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് ചർച്ച ഏർപ്പാടാക്കുന്നത്. അത് പിന്നെ വ്യവസ്ഥകൾ വെച്ച് ചർച്ചയ്ക്ക് സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമല്ല. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന പക്ഷം ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം വളരെ അധികമാണ്. ഒപ്പം തന്നെ ഇതുവരെ വന്നിട്ടുള്ള പഠന ഫലങ്ങളെല്ലാം തന്നെ ഈ ഖനനത്തിനെതിരാണ്. ആ ഒരു സാഹചര്യത്തിൽ ഖനനം നിർത്തിവെച്ചിട്ടുള്ള ഒരു ചർച്ചയെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അല്ല, അതിനകത്ത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുടെ ആവശ്യമില്ലല്ലോ. ഖനനം നിർത്തണമെങ്കിൽ നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ വേദി ഒരുക്കുന്നത്. ആ വേദിയിൽ അഭിപ്രായങ്ങൾ പറയാമല്ലോ, സമരം തുടർന്നുകൊണ്ട് തന്നെ നടത്താമല്ലോ. വളരെയധികം നന്ദി ശ്രീ R രാമചന്ദ്രൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. യാതൊരു ഉപാധികളോടും കൂടി തന്നെ ചർച്ചയ്ക്ക് ആവശ്യമുന്നയിക്കരുതെന്നാണ് MLA വ്യക്തമാക്കുന്നത്. ഖനനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച, അതിനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് നിന്ന് PL കിരൺ ഉണ്ട്. ബിനിൽ സാബു ഉണ്ട് കൊല്ലത്ത് നിന്ന്. ബിനിൽ, ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ചർച്ചയാകൂ എന്നാണ് സമരസമിതിയുടെ നിലപാട്. ഇപ്പോൾ സമരം ഏതായാലും 72 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലൊരു ഉപാധികം സമരസമിതി മുന്നോട്ട് വെക്കേണ്ടതില്ല എന്നാണ് MLAയും വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചകളും അതും ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത? ഹുസ്ന, ഈ സമരം നിർത്തില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകും, സമരവുമായി മുന്നോട്ട് പോകും. കാരണം വലിയ രീതിയിലുള്ള ഖനനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ പ്രദേശത്തെ, അതായത് ആലപ്പാട് എന്ന പ്രദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ, അതായത് ലിറ്റോ മാപ്പ് പ്രകാരം 86-ലധികം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചുരുങ്ങി ഏകദേശം 8-ൽ താഴെയായിരിക്കുന്നതെന്നാണ് ഇവിടുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആ ലിറ്റോ മാപ്പിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കായലിനും കടലിനും ഇടയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കര ചുരുങ്ങുമ്പോൾ കായലിനോട് ചേർന്ന്, അതായത് ആലപ്പാട് എന്ന ഗ്രാമം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സമരം ഐക്യദാർഢ്യവുമായി കുറെ ആളുകൾ മുന്നോട്ട് വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സമരം വലിയ രീതിയിൽ ഒരു പിന്തുണ ആർജിച്ചത്. അതിനുശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി സംഘടനകളും അതോടൊപ്പം തന്നെയുള്ള ആളുകളും ഐക്യദാർഢ്യവുമായി എത്തി. ആലപ്പാടേക്ക് നിരവധി ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നുണ്ട്. അത്തരത്തിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു സമരമാണ് ഇപ്പോൾ ആലപ്പാട്. അതുകൊണ്ട് തന്നെ ഈ ഖനനം നിർത്താതെ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് തന്നെയാണ് ഈ സമരസമിതി സ്വീകരിക്കുന്നത്. കാരണം നേരത്തെ പല വാഗ്ദാനങ്ങളും ഈ രണ്ട് കമ്പനികളും, IRE കമ്പനിയും അതോടൊപ്പം തന്നെയുള്ള KMM-ലും ഈ ഇവിടുന്ന് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. തൊഴിൽ ഉൾപ്പെടെ നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ അതൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഖനനം നിർത്താതെ ഒരു വാഗ്ദാനത്തിന്റെ പുറത്ത് സമരം അവസാനിപ്പിച്ച് ചർച്ചയ്ക്ക് പോയാൽ അത് ഗുണകരമാകില്ല എന്ന വിധത്തിലാണ് ഈ സമരസമിതി പ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകർ ഇത്തരത്തിൽ ആദ്യം ഈ ഖനനം നിർത്തട്ടെ, അതിനുശേഷം മാത്രം ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാമെന്ന നിലപാട് സ്വീകരിക്കുന്നത്. ശരി ബിനിൽ, ആലപ്പാട് ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കുന്നു. വ്യവസായ വകുപ്പാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. ഒപ്പം തന്നെ അശാസ്ത്രീയ ഖനനം പാടില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. കര സംരക്ഷിക്കാൻ സർക്കാർ നടപടി എടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയാകാം എന്ന നിലപാടിലാണ് സമരസമിതി.